അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. അഞ്ചാം ഇടം എന്ന് പറയുന്നത് കോഴിക്കോട് പാളയം എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം 32 വയസ്സ് മാത്രമുള്ള നൗഷാദ് എന്ന് പറയുന്ന ഓട്ടോ ഓടിക്കുന്നൊരു വ്യക്തി. നമ്മളെല്ലാവരും ദിവസത്തിൽ ഒരു 2 ചായയെങ്കിലും കുടിക്കാറുണ്ട്, ഇല്ലേ? അപ്പോൾ നൗഷാദ് ഓട്ടോ ഓടിക്കുന്നു. പതിവ് പോലെ തൻ്റെ ചായയുടെ സമയമായി. അവൻ വണ്ടി നിർത്തി ഒരു ചായക്കടയിലേക്ക് കയറുകയാണ്. പതിവ് പോലെ എവിടെയാണോ കയറാറ് ആ കടയിൽ തന്നെയാണ് കയറുന്നത്. അപ്പോൾ സുപരിചിതരായ ഒത്തിരി വ്യക്തികൾ അവൻ്റെ കൂടെയുണ്ട്. ഇവൻ ചായ കുടിക്കാൻ കയറുമ്പോൾ റോഡിൻ്റെ മറുകരയിലായിട്ട് ആൾക്കാരിങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ഇവൻ എടുത്ത ചായയുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താണ് കാര്യം? അപ്പോൾ അഴുക്ക് ചാലിൽ ഒരു മാൻഹോളിൽ വീണ് 2 അന്യ സംസ്ഥാന തൊഴിലാളികൾ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അവരതിൽ നിന്ന് വരുന്ന വിഷവാതകം ശ്വസിച്ച് ജീവിതത്തിന് വേണ്ടി അവർ പ്രാണൻ വെടിയുകയാണ്. ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇവരെ രക്ഷിക്കാനായിട്ട്. ആർക്കും പക്ഷേ ആ മാൻഹോളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ധൈര്യമില്ല, പേടിയായി. പക്ഷെ നൗഷാദ് വേഗം ചായ ഗ്ലാസ് നിലത്തിട്ടിട്ട് അവരെ രക്ഷിക്കാനായിട്ട് മാൻഹോളിലേക്ക് ചാടാൻ പോവുകയാണ്. സുഹൃത്തുക്കൾ, ഓട്ടോറിക്ഷക്കാർ കുറേ പേരുണ്ട്, ചായക്കടയിൽ പരിചയമുള്ള വ്യക്തികളുണ്ട്. ഇവരെല്ലാവരും നൗഷാദിനോട് പറയുന്നുണ്ട്, നൗഷാദേ, ജീവിതമാണ് വലുത്, നീ ചാടണം, വീട്ടിൽ കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, അപ്പോൾ റിസ്ക് എടുക്കണ്ട. നൗഷാദ് പറയുന്നത് അവർ മനുഷ്യരാണ്, അവർക്കുണ്ട് ജീവിതം. നൗഷാദ് ഈ പറയുന്ന ഒരു വാക്കുകളും കേൾക്കാതെ ഇതുവരെ കാണാത്ത പരിചയമില്ലാത്ത 2 പേർക്ക് വേണ്ടി ആ മാൻഹോളിലേക്ക് എടുത്ത് ചാടുകയാണ്. ഈ ഒരു സംഭവം നടക്കുന്നത് പോലും 2015 നവംബർ മാസത്തിലാണ്. അവനെടുത്ത് ചാടുന്നു. അന്നവിടെ പൊലിയുന്നത് 3 ജീവനാണ്. ഈ 2 അന്യ സംസ്ഥാന തൊഴിലാളികൾ മരിക്കുന്നു. ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായ നൗഷാദ് മരിക്കുകയാണ്. ഈ നൗഷാദ് മരിച്ചു. പിറ്റേ ദിവസം തന്നെ ഓട്ടോറിക്ഷക്കാരി അവന് വലിയ ആദരവ് നൽകുകയാണ്. സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന സ്ഥലത്തിലെ ചായക്കടക്കാരൻ, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ തൊട്ട് രൂപത്തിന് മുമ്പിൽ നൗഷാദിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾ ധ്യാനിക്കുന്നിടത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ശിമയോനെയാണ്, അല്ലേ? നിർബന്ധപൂർവം കുരിശ് ചുമന്നൊരു മനുഷ്യൻ. ഈശോ ആരാണെന്ന് പോലും അറിയില്ല, ഈശോയ്ക്കും അറിയില്ല ശിമയോൻ ആരാണ്. എന്നിട്ടും ആ കുരിശെടുത്തുകൊണ്ട് അനുഗ്രഹം സ്വന്തമാക്കിയ ഒരു മനുഷ്യനാണ് ശിമയോൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. ചിലതൊക്കെ ഭാഗ്യമാണ്, പക്ഷെ സഹായിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള നിർബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തു വെച്ചാൽ നമുക്ക് ഒരിക്കലും അനുഗ്രഹങ്ങൾ നേടാനായിട്ട് സാധിക്കില്ല. നമുക്ക് പരിചയമില്ലാത്തവരെ സഹായിക്കാനായിട്ട് ഏറെ പ്രയാസമാണ്, പക്ഷെ പരിചയമുള്ളവരെ സഹായിക്കാനോ വളരെ എളുപ്പമാണ്. അതിന് നമ്മൾ അല്പം താല്പര്യം കാണിക്കും. പക്ഷെ ഈ സ്ഥലം നമ്മോട് പറയുന്നത്, അപരിചിതനാണെങ്കിൽ പോലും നിനക്ക് നൽകാൻ പറ്റാവുന്ന സഹായങ്ങൾ നീ നൽകുക. അവരുടെ കുരിശിൻ്റെ ഭാരമേറി വരുമ്പോൾ അതിനെ ഒന്ന് താങ്ങി നിർത്താനായിട്ട് നിൻ്റെ കരങ്ങൾക്ക് സാധിക്കട്ടെ എന്ന്, നമ്മുടെ കരങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
യേശുവേ രക്ഷകാ എൻ സോദരരിൽ നിൻ മുഖം കാണുവാൻ കൃപയേകണേ യേശുവേ രക്ഷകാ എൻ സോദരരിൽ നിൻ മുഖം കാണുവാൻ കൃപയേകണേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ.